ഹലോ ഹായ്. പണ്ടത്തെ ആളുകൾ പറയും മീശ നരച്ചാലും ആശ നിരക്കൂലാന്ന്. അത് ചിന്തിച്ച് നോക്കിയാൽ ഒരു കണക്കിന് സത്യം തന്നെയല്ലേ. ഈ മനുഷ്യവർഗത്തിന് ഒരിക്കലും ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നില്ല അല്ലേ. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ വർഗത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ആശകൾക്കും ഒരിക്കലും മരണമല്ല. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും, മാക്സിമം നേടാൻ പറ്റുന്നതെല്ലാം നേടിക്കൊണ്ടേയിരിക്കും. നമ്മൾ സ്വപ്നം കാണണം, നമ്മളെ ആഗ്രഹങ്ങളും ആശകളും എല്ലാം തീർക്കാൻ വേണ്ടി നമ്മൾ സ്വപ്നങ്ങൾ കാണണം, സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുക്കുക. സ്വപ്നങ്ങൾ മലയോളം കണ്ടാലേ കുന്നോളം കിട്ടുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതുപോലെ മലയോളം ആകാശത്തോളം സ്വപ്നം കാണാം, നേടിയെടുക്കാൻ പറ്റാവുന്നിടത്തോളം നിരന്തരമായി ജീവിക്കാൻ കഴിയാത്ത, ഭക്ഷണത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും മരുന്നിനാണെങ്കിലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അവരെ സഹായിക്കണം എന്നുള്ള മൈൻഡ് നമുക്കുണ്ടാവണം. നമ്മൾ കുറച്ച് കാലം, നമുക്കൊരു എളിയ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം. ഞാൻ എൻ്റെ മക്കളോട് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന്, ഇബാദത്ത് മുടക്കരുത് എന്നുള്ളതാണ്. ഏത് മതമാണെങ്കിലും അവരുടേതായ മത ആചാരങ്ങളും ചിട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, മനുഷ്യനോട് എളിമയോടുകൂടി സംസാരിക്കുക. ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തവരുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തവരുണ്ട്, വസ്ത്രം ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കൂടുതലും യൂട്യൂബേഴ്സിനെ കണ്ടുകൊടുത്തോളം ഞാൻ മനസ്സിലാക്കില്ല, വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരു അയൽവാസി കുട്ടി എന്നോട് ചോദിച്ചു, ഇതെന്താ ഇത്താന്ന് ചോദിച്ചു. അപ്പോൾ ആരോ മന്തി ആണ്, കുഴിമന്തി എന്തോ കഴിച്ചുകൊണ്ടിരിക്കണേ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ കുട്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതെന്താ കഴിക്കണേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞത് ഹോട്ടൽ ഫുഡല്ലേ, ഫാസ്റ്റ് ഫുഡിൽ മന്തിയാണത് കഴിച്ചു. പറഞ്ഞു കണ്ടിട്ട് കൊതിയാവുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കേട്ട് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, നിങ്ങൾക്ക് കുറേ കാലം വീട്ടിലിരുന്ന് നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പോയി കഴിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ അധ്വാനിച്ച ക്യാഷ് കൊണ്ട് നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾക്ക് ഉണ്ടല്ലോ, കഴിക്കാനുള്ള സാമ്പത്തികം ഉണ്ടല്ലോ. പക്ഷേ മാക്സിമം അത് യൂട്യൂബിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പാവപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. എല്ലാവർക്കും എനിക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം വെച്ചാൽ നമുക്കൊക്കെ എപ്പോഴും ഹോട്ടൽ ഫുഡ് ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കണം തോന്നി ആ സമയം തന്നെ നമ്മൾ പോയിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കൂലേ. അപ്പോൾ അത് അവരൊന്നും അറിയുന്നില്ല നമ്മൾ പോയി കഴിച്ച് വന്നവരാണെന്നുള്ളതും. നമ്മളവർ വാങ്ങിക്കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടം, നമ്മൾ എവിടെ പോയി കഴിക്കണം എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടം. പക്ഷേ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. കാരണം ചിലർ ഹോട്ടലിൽ നിന്ന് ഫുഡ്, അവർക്ക് റീൽസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നു, അതിങ്ങനെ വാരി വായിലേക്ക് വെക്കുന്നു, വാവ് എന്ത് ടേസ്റ്റ്, ഇതൊക്കെ ആയിരിക്കും പറയണത്. പക്ഷേ ഈ കുട്ടികൾക്ക് പാവം എല്ലാവർക്കും വിശപ്പ്, ആഗ്രഹങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ, കൊതി, ഇതൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അവർക്കാരും വാങ്ങിക്കൊടുക്കാനില്ലല്ലോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടില്ലേ, ഇതൊക്കെ എന്ത് ഫുഡാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. മാക്സിമം ഫുഡ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണിച്ചു, പക്ഷേ വായിലേക്ക് വെക്കുന്നതും ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള കഴിക്കലും ഇതൊക്കെ മാക്സിമം അപ്ലോഡ് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ അതൊരു വിഷമമുള്ള കാര്യമാണ്. അത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നും, പക്ഷെ പാവപ്പെട്ടവർക്ക് അതൊരു വേദനയാണ് കേട്ടോ. അത് നിങ്ങളാരും അറിയാത്തൊരു വേദന. മക്കളോട് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, ഒന്ന് മനുഷ്യന്മാരോട് എളിമയോട് സംസാരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക. പരസ്പരം ബഹുമാനിക്കാനും, ആണ് പെണ്ണ് ചെറുത് വലുത് ഒന്നും നോക്കണ്ട, ജാതി മതം വർഗം ഒന്നും വിചാരിക്കരുത്, കറുപ്പ് വെളുപ്പ് ഒന്നും വ്യത്യാസം കാണിക്കുക. ഞാൻ എൻ്റെ ചെറിയ മോളോട് പോലും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം, എളിമയോട് പുഞ്ചിരിയോട് കൂടി സംസാരിക്കണം കേട്ടോ. ഇവളിപ്പോൾ സ്കൂളിൽ പോയ സമയത്ത് അവൾ എല്ലാവരോടും അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന അവൾ സ്കൂളിൽ പോയപ്പോൾ ചില കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ചില കുട്ടികൾ തള്ളി മാറ്റും. അങ്ങനെ ആയപ്പോൾ ഇവൾക്ക് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ ആരുടെ ഓടി ചെന്ന് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇവളിങ്ങനെ ആരും മുഖത്തേക്ക് നോക്കിയാലും ചിരിക്കാത്തൊരു സ്വഭാവം ഇവൾക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, എല്ലാവരോടും ഇങ്ങോട്ട് നോക്കി ചിരിക്കാത്തവരോടും അങ്ങോട്ട് നോക്കി ചിരിക്കണം കേട്ടോ, പുഞ്ചിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഇനിയിപ്പോൾ ഇത് കേൾക്കുന്നവരോടും പറയാനുള്ളത്, ഒന്ന് മക്കൾ മൂത്തവർ എല്ലാവരെയും മനുഷ്യന്മാരെ, മൂത്തവരെന്ന് പറയുന്നില്ല, മനുഷ്യന്മാരെ ബഹുമാനിക്കാൻ പഠിക്കുക. നമുക്കൊരുപാട് പൈസയും സമ്പത്തൊക്കെ ഉള്ളിടത്തായിരിക്കും എല്ലാവരും ജനിച്ചിട്ടുണ്ടാവുക നിങ്ങളൊക്കെ. പക്ഷേ ഇല്ലാത്തവരെ ഒരിക്കലും പുച്ഛിക്കാനോ കളിയാക്കാനോ പാടില്ല. കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ പാടില്ല, ജാതി മതം പറഞ്ഞിട്ട് കളിയാക്കാൻ പാടില്ല. മക്കളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ മക്കളോട്, എനിക്ക് 4 മക്കളാണ്, 4 മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ചെറുതായി വരുന്നേ ഉള്ളൂ, എന്നാലും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. 20 സെൻറ്റ് സ്ഥലം സ്വന്തം പേരിൽ കടബാധ്യതകളില്ലാതെ 20 സെൻറ്റ് സ്ഥലം നമ്മുടെ പേരിലുണ്ടെങ്കിൽ, ഞാൻ മരിച്ചാലും ശരി 20 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ 3 സെൻറ്റ് സ്ഥലം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളത്. അള്ളാഹുവിന് സത്യം, ഈ വീഡിയോ നിങ്ങൾ നോട്ട് ചെയ്തോ. എനിക്ക് ചെറിയ കൂടെ എൻ്റെ അമ്മാവൻ കല്യാണം, എൻ്റെ രണ്ടാമത്തെ അമ്മാവൻ കല്യാണം കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ, കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ സമയത്ത് അവർ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചപ്പുറത്ത് ഒരു പാറയൊക്കെ ഉള്ള ഒരു സ്ഥലം വാങ്ങിൻ്റെ അമ്മാവന്. അന്നാണ് എനിക്ക് ഈ സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ അറിയണത്. അപ്പോൾ മൂത്ത അമ്മാവൻ അങ്ങനെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2ാമത്തെ അമ്മാവൻ സ്ഥലം വാങ്ങിയപ്പോൾ ഈ സ്ഥലം, കാരണം അവിടെ ഒരു പേടിപ്പെടുത്തുന്നൊരു സ്ഥലമാണ്. ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ആ പാറ കണ്ട് പേടി ഉണ്ടായിരുന്നു, അതിൽ മുന്നോട്ട് പോകാനൊക്കെ പേടിയായിരുന്നു. അപ്പോൾ കാരണം വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, അവിടെ ഒരു വലിയൊരു പാറ, അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പേടി കേട്ടോ.
അപ്പോൾ അമ്മാവൻ ആ സ്ഥലം എടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കി അങ്ങനെ സ്ഥലമൊക്കെ വാങ്ങാൻ പറ്റൂലേ, എനിക്കും ഞാൻ വലിയതായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങും. എന്നിട്ട് അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് മനസ്സിലായി. അന്ന് 2ാം ക്ലാസ്സിൽ ഒറ്റ പഠിച്ചിരുന്നത്, 2ിലോ 3ലാണ് പഠിക്കുന്നത്. കല്യാണ സമയത്ത് ഞാൻ 2ലാണ് പഠിക്കണത് തോന്നുന്നത്. അപ്പോൾ ചിലപ്പോൾ 3ലോ എന്തായാലും ആ ഭാഗത്തേക്കാണ്, ആ സ്കൂൾ LP സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ആ സമയത്ത് ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായാൽ ഞാനത് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു പള്ളി, ഒരു കുഞ്ഞ് നിസ്കാര പള്ളിക്കുള്ള സ്ഥലം കൊടുക്കും. എന്നിട്ട് ഞാനൊരു പള്ളി പണിയും. അവിടെ തൊട്ടടുത്ത് എൻ്റെ വീട്, തൊട്ടപ്പുറത്ത് നിസ്കാരപ്പള്ളി, ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് നിസ്കരിക്കും. അങ്ങനെയൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ട്. ചെറിയ കുട്ടികൾ ട്രൗസർ ഇട്ട് നടക്കുന്ന പ്രായത്തിലാണ് ഞാൻ ആ സ്വപ്നം. അതിലെനിക്ക് പ്രചോദനമായത് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു താത്ത ഉണ്ടായിരുന്നു, കുഞ്ഞാൾ താത്ത എന്ന് പറഞ്ഞൊരു താത്ത ഉണ്ടായിരുന്നു. ആ താത്ത അവരുടെ സ്ഥലത്ത് ഞങ്ങൾ അങ്ങാടിയിൽ, ഇപ്പോൾ അവിടെ അങ്ങാടി ഇല്ല, അന്ന് അങ്ങാടി ഉണ്ടായിരുന്നു. ആ കടയോട് ചേർന്നിട്ട് ചെറിയൊരു നിസ്കാരപ്പള്ളി ഉണ്ട്. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്നപ്പോൾ ആ പള്ളി കണ്ടിട്ടു അവിടെ ആളുകൾ വന്ന് നിസ്കരിച്ച് പോകുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. ആ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ മനസ്സിൽ വന്നത്, എനിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ പെണ്ണൊക്കെ ആയ ശേഷം എനിക്ക് സ്ഥലം ഉണ്ടാകുമ്പോൾ ഞാൻ അതിലൊരു അങ്ങനെ സെൻറ്റും കണക്കും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒരു മൂലയിൽ ഒരു വീട്, പള്ളിക്കുള്ള സ്ഥലം കൊടുക്കുന്നൊരു മനസ്സിൽ വിചാരിച്ചിരുന്നു. ഇപ്പം മുതിർന്ന് വന്നപ്പോൾ ആഗ്രഹം പള്ളിക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും പള്ളിനെക്കാട്ടിലും വലുത് എനിക്ക് തോന്നി. കാരണം ആരാധന ഭക്തിയൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മളെ വീട്ടിൽ നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റും. പക്ഷേ കിടപ്പാടല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് കിടപ്പാടില്ലാത്തവർക്ക് മാത്രമാണ് അറിയാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുതിർന്ന ഈ പക്വത വന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചത്, എനിക്കൊരു കിടപ്പാടം വന്നതിന് ശേഷം കടങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ 3 സെൻറ്റ് സ്ഥലം, ഒരു 20 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 സെൻറ്റ് സ്ഥലമെങ്കിലും ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് എഴുതി കൊടുത്ത് അവർക്ക് സ്വന്തമായിട്ട് വീട് വെച്ച് കൊടുക്കണം എന്നുള്ളത് എൻ്റെ സ്വപ്നം കേട്ടോ. എൻ്റെ മക്കളോടും ഞാൻ അതാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഈ കുഞ്ഞാൾ താത്താനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ച് എളിയ ജീവിതമേ നമുക്കുള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ പലർക്കും മനസ്സുകൊണ്ട് അത് ആഗ്രഹം ഉണ്ടെങ്കിലും അവരെ കൊണ്ട് സാധിക്കണില്ല. അവർക്ക് തന്നെ ഒന്നുമില്ല, അവരെ മക്കളെ നോക്കാൻ, അവരെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ, അല്ലെങ്കിൽ അവർക്കൊരു കിടപ്പാടം, അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹം മനസ്സിൽ ഒരുപാടുണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവർക്ക് സമ്പത്തുണ്ടാവില്ല. പക്ഷേ സമ്പത്തുള്ളവർക്ക് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ആശകൾ കുന്നുപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരിക്കലും ഒരു മനുഷ്യന് 1 സെൻറ്റ് ഭൂമി പോലും കൊടുക്കില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളാരെങ്കിലും, കുഞ്ഞു മക്കളാരെങ്കിലും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയത്തിമാർ, അനിയന്മാർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരോട് എളിമയോട് കൂടി സംസാരിക്കുക. മാക്സിമം ഫുഡ് കഴിക്കുന്ന, നമ്മുടെ പൊങ്ങച്ചം ഫുഡ് വായിലേക്ക് വെച്ച് ടേസ്റ്റോട് കൂടി കഴിക്കുന്ന ആ രംഗങ്ങളൊന്നും വീഡിയോയിൽ ഇടാതിരിക്കുക. ഫുഡ് ഉണ്ടാക്കുന്നത് ഇട്ടോ, പക്ഷേ അത് മറ്റുള്ളവർക്ക് കണ്ട് അവരുണ്ടാക്കി പഠിക്കട്ടെ, അത് ഇട്ടോ. പക്ഷേ കഴിക്കുന്നതൊക്കെ ഇടാതിരിക്കണം മാക്സിമം നല്ലത്. കാരണം നമ്മുടെ സമ്പത്ത് നമ്മുടെ അടുത്ത് ഇരിക്കട്ടെ, കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കാം. പക്ഷേ അത് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടൊന്നും ആവില്ല ആരും കൊടുക്കുന്നത്. പക്ഷേ മാക്സിമം ഞാൻ കണ്ടുകൊടുത്തുള്ള ആളുകൾ റമദാൻ മാസത്തിൽ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല റമദാൻ മാസത്തിൽ കൊടുക്കണമെന്നൊന്നുമില്ല. എപ്പോഴാണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അപ്പോൾ നമ്മളെന്താണെന്നറിയോ, നമ്മൾ കുറേ ദിവസം നമ്മൾ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹസ്ബൻഡും മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും നമുക്കൊന്ന് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലോ എന്നാണ് 99% നമ്മളെ ആൾക്കാരൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കേരളീയർ, പ്രത്യേകിച്ച് കേരളീയർ എന്നല്ല എല്ലായിടത്തും, കാരണം പുറത്ത് പോയിട്ടൊരു ഫുഡ് കഴിക്കുക അത് എല്ലാവരുടെ ആഗ്രഹമാണ്, അത് കഴിക്കാം, ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇക്ക അല്ലെങ്കിൽ ചേട്ടാ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏട്ടാ നമുക്കിന്നൊരു 2-3 ചോറ് ആ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും പാവപ്പെട്ട ഒരു ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ടാവും, അവിടേക്ക് കൊണ്ട് കൊടുത്താലോ, അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അപൂർവം ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അല്ലാത്തവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിച്ചാൽ ഇന്ന് ഫ്രീ ആണോ, വർക്ക് ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്കിന്ന് ഒരു ഫുഡെങ്കിലും അവിടെ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കൊടുത്താലോ എന്നാണ് ഞാൻ ചോദിച്ചത്. കൊണ്ട് കൊടുക്കണ്ടേ? അപ്പോൾ നോക്കട്ടെ, ഞാൻ പറ്റുകയാണെങ്കിൽ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ 3 നേരം കഴിക്കും, 1 നേരം പോലും കഴിക്കാനില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ 3 നേരം കഴിക്കുന്ന ഒരു പിടി അവർക്ക് കൊണ്ട് കൊടുക്കാൻ നമ്മൾ വയറ് ഫുള്ളാക്കി കഴിക്കുമ്പോൾ അവർക്കൊരു വയറെങ്കിലും നിറക്കാനുള്ളത് നമ്മളെ കൈകൊണ്ട്, നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉരുള നമ്മൾ വായിലേക്ക് ഇങ്ങനെ നല്ല ടേസ്റ്റി വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് എമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് വായിലേക്ക് വാരിയിടുന്ന വീഡിയോസ് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ലേ? ആ സ്ഥാനത്ത് ഇവർക്ക് പാവപ്പെട്ടവർക്ക് ഫുഡ് ഒരു 10 പൊതി ചോറ് 10 ആൾക്ക് കൊണ്ട് കൊടുത്താൽ 1 നേരം അവർക്ക് വയറ് നിറച്ച, പിന്നെ അവർ 24 മണിക്കൂറിന് ശേഷമായിരിക്കും അവർക്ക് പിന്നീട് ഒരു ഭക്ഷണം കിട്ടുന്നത്. നന്മ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന എന്തെങ്കിലും വീഡിയോസ് ആണെങ്കിൽ മാക്സിമം അപ്ലോഡ് ചെയ്യും. ലക്ഷങ്ങൾ വീഡിയോസ്, എല്ലാവരും ഒരു ചിന്താഗതിയുണ്ട്, എൻ്റെ വീഡിയോസ് എന്തിട്ടാലും ലക്ഷങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട്, എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലുമല്ല, നമ്മളാരും ഇഷ്ടപ്പെട്ടിട്ടും നമ്മൾ ചെയ്യുന്നത് ഭയങ്കര പുണ്യകർമ്മങ്ങളായിട്ടൊന്നും അല്ല ആൾക്കാർ നമ്മളെ ലക്ഷക്കണക്കിന്
ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ പലരും കാണും. ഇപ്പോൾ എൻ്റെ മോള് കൂടുതലും കാണുന്നത് അന്യഭാഷക്കാരതാണ്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നതൊന്നും അല്ല. കാരണം സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ കാണും. പിന്നെ അത് ഇങ്ങനെ ഏതെങ്കിലും എന്തോ നമുക്കറിയാത്ത ഏതൊക്കെ ഭാഷയുള്ള പാട്ടുകൾ അനുകരിച്ചിട്ട് ഇവിടെ നിന്ന് ഡാൻസ് കളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിച്ചാൽ അതൊന്നും ഇവരെ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നതല്ല. കണ്ടു പോണത് അങ്ങനെ കണ്ടു പോകും. അല്ലാതെ നമുക്ക് എന്ത് കോമഡിയാണ് നമ്മളെ റീൽസിലൊക്കെ ഉള്ളത്, ഈ പറഞ്ഞ ഞാനടക്കം നമ്മളൊന്നും ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നവരല്ല. ആസ്വദിച്ച് സെർച്ച് ചെയ്ത് കാണും സിനിമാ നടന്മാരതും നടിമാരതും അല്ലെങ്കിൽ ഫേമസ് ആയ ആരുടെയെങ്കിലുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് ആസ്വദിച്ച് കാണുന്നതുണ്ടാവും. അല്ലാതെ നമ്മളായ സാധാരണക്കാരുടെ വീഡിയോസ് സ്വൈപ്പ് ചെയ്തുമ്പോൾ കണ്ട് അങ്ങനെ പോണതാണ്. അല്ലാതെ നമ്മളെ സ്നേഹിച്ച് ഭയങ്കര സംഭവമാണ് നമ്മൾ പറയാൻ നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളൊരു 60 വർഷം 70 വർഷം നമ്മൾ തീർന്നു പോകും. നമ്മളെ ഈ റീൽസും തേങ്ങയും ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു നന്മ നമ്മളൊരു മനുഷ്യന് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ കൂടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.